സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം. ഇന്നലെയും LPST ടീച്ചേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെ മണ്ണ് വാരി തിന്നുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു എങ്കിൽ ഇന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. സമരഗേറ്റിന് മുന്നിൽ തൊഴുകയോടെ ഉദ്യോഗാർത്ഥികൾ നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഇന്നലെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അവരുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ നിയമനം ഉണ്ടാകുന്നില്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് ഈ ഒരു പ്രതിഷേധം. വേറിട്ട രീതിയിലുള്ള പ്രതിഷേധമാണ് അവർ ഇന്നലെയും നടത്തിയത്. മണ്ണ് വാരി തിന്നാണ് ഇന്നലെ പ്രതിഷേധിച്ചത്. ഇന്നിപ്പോൾ മുട്ടുകുത്തി കൈകൂപ്പി നിന്നാണ് പ്രതിഷേധിക്കുന്നത്. അനിരു അശോകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിരു, അവരുടെ ആവശ്യമുന്നയിച്ച് ഉള്ള പ്രതിഷേധമാണ് ഇന്നിപ്പോൾ മുട്ടുകുത്തി നിന്നുള്ള പ്രതിഷേധം. ഇന്നലെ മണ്ണ് വാരി തിന്നായിരുന്നു പ്രതിഷേധിച്ചത്. ഈ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ, സമര ഗേറ്റിന് മുന്നിലൊക്കെ തൊഴുകൈയോടുകൂടി മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മെയ് 31-നാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങിയത്. ഏകദേശം 14 ജില്ലകളിൽ നിന്നുമായി ഏകദേശം 11,546 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. എന്നാൽ കേവലം ഭിന്നശേഷി സംവരണമടക്കം 264 നിയമനങ്ങൾ മാത്രമാണ് ഇതുവരെ നടന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലായിട്ട് ഒഴിവുകൾ ഉണ്ടായിട്ട് പോലും നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിയമനങ്ങൾ എത്രയും വേഗം നടത്തണം, റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ഈ 10ാം ദിവസവും ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തൊഴുകൊയ്യോട് നിന്ന് സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വാരിത്തെന്ന് അവർ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അവർ കണ്ണുകെട്ടി സമരം ചെയ്തു, മുട്ടിലിഴഞ്ഞ് സമരം ചെയ്തു, അവർ നിരാഹാരം കിടന്നു. ഒടുവിൽ ഇത് 10ാം ദിവസം സർക്കാരിന് മുന്നിൽ തൊഴുകൈയോട് നിൽക്കുകയാണ്. ഒരു വർഷം പിന്നിട്ടും ഈ അർഹമായ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് യാതൊരു നിയമനം നടക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം. 4 ജില്ലകളിൽ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്വാതി ഇവർ പറയുന്നത്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിലടക്കം 1ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. വയനാട് ജില്ലയിൽ കേവലം ഒരാൾക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡ്, പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് ഈ പറയുന്ന 1ാം റാങ്കുകാർക്ക് പോലും ഒരു വർഷമായിട്ടും നിയമനം ലഭിക്കാത്തത്. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ അവസാന കാലത്തും ഇവർ ഇവിടെ സമരവുമായി വന്നിരുന്നു. അന്ന് ഇടത് സർക്കാരിൽ നിന്ന് യാതൊരു പരിഗണനയും ഇവർക്കുണ്ടായില്ല. പക്ഷേ അന്ന് ഇവർക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് UDF സർക്കാരാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നായിരുന്നു അന്ന് UDF നേതാക്കൾ ഇവരുടെ സമരപ്പന്തലിലെത്തി പറഞ്ഞത്. എന്നാൽ ഇന്ന് ഈ സർക്കാർ ഇത്രയും നാളുകളായിട്ടും ഇവരുടെ നിയമനങ്ങൾ, അതായത് 4 ജില്ലകളിൽ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം നൽകാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതായത് പഠിച്ച് പാസ്സായിട്ടും പടിക്ക് പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ പറയുന്ന LP സ്കൂൾ ടീച്ചർമാർ. കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, കയ്യിൽ ചോക്കുകൾ നിൽക്കേണ്ട കൈകളിലാണ് ഇപ്പോൾ പ്ലക്കാർഡുകളും ബാനറുകളുമായി ഇവർ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിന് മുന്നിലെ സമര ഗേറ്റിന് മുന്നിൽ തൊഴുകൈയോടുകൂടി അഭ്യർത്ഥനയോടുകൂടി നിയമനം നൽകണം എന്നാവശ്യപ്പെട്ടത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, 2 ആഴ്ച മുമ്പേ വകുപ്പുകളിലെ ഒഴിവുകൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയെങ്കിലും നിലവിൽ ഈ LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ കാരണം. ഒഴിവുകൾ പൂഴ്ത്തിവെക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം. ശരി അനുരു, സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് മുട്ടുകുത്തി നിന്ന് LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം. സമരഗേറ്റിന് മുന്നിൽ തൊഴുകൈയോടെയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം.